ഒന്നിന്നു തത്വമിത് ദേഹത്തിനൊത്ത വിധം എത്തുന്നിതാർക്കുമൊരു ഭേദം വരാതെ ഭുവി മർത്യന്റെ ജന്മനില പാപം വെടിഞ്ഞിടുകിൽ എത്തുന്നു മോക്ഷമതിൽ നാരായണായ നമ. ഒന്നിന്നു തത്വമിതു ദേഹത്തിനൊത്ത വിധം എത്തുന്നിതാർക്കുമൊരു ഭേദം വരാതെ ഭുവി മർത്യന്റെ ജന്മനില പാപം വെടിഞ്ഞിടുകിലെത്തുന്നു മോക്ഷമതിൽ നാരായണായ നമ. ഒന്നിന്നു തത്വം ഇത് ദേഹത്തിനൊത്ത വിധം എത്തുന്നിതാർക്കുമൊരു ഭേദം വരാതെ ഭുവി. ലോകത്തിലെ ഏതൊരു വ്യക്തിക്കും യാതൊരു ഭേദവും കൂടാതെ ദേഹത്തിനൊത്ത വിധം ആത്മതത്വം എത്തുന്നു. ദേഹവുമായി ആത്മാവ് ബന്ധപ്പെടുന്നു. ഈ ബന്ധം ശരീരത്തിന് ചേർന്ന വിധം എന്ന് പറയുകയാണെങ്കിൽ വാസനയനുസരിച്ച് എന്നർത്ഥാണ്. വാസന ആത്മാവിന്റെ അല്ല. ആത്മാവ് നിർലേപനും നിസ്സംഗനും ഒക്കെയാണല്ലോ. പിന്നെ വാസന ആർക്കാണുള്ളത്? വാസന ദേഹത്തിന്റെയാണ്. ദേഹം അചേതനമായ പ്രകൃതിയല്ലേ, അതിന് വാസനയുണ്ടോ എന്നൊക്കെ സംശയിക്കാം. ദേഹം തന്നെ ഇല്ല, പിന്നെ എങ്ങനെ ദേഹത്തിൽ അചേതനത്വം ആരോപിക്കാൻ കഴിയും? അപ്പോൾ വാസനയും ഇല്ലെന്ന് സമ്മതിക്കണം. സത്യം പറയുകയാണെങ്കിൽ ദേഹവുമില്ല, വാസനയുമില്ല, എല്ലാം ഭ്രമമാണ്. പിന്നെ എങ്ങനെയാണ് ശരീരത്തിന് ചേർന്ന വിധം ആത്മാവ് ശരീരങ്ങൾ എടുക്കുന്നത്, അഥവാ വാസനയ്ക്ക് അനുസരണമായുള്ള ദേഹം കൈക്കൊള്ളുന്നത്? പറയാം. വാസ്തവത്തിലുള്ളത് ആത്മാവ് മാത്രം, ബാക്കിയെല്ലാം തോന്നൽ മാത്രം. ഈ തോന്നലാണ് മായ. ഈ മായ ഉള്ളതോ ഇല്ലാത്തതോ അല്ല, എന്ന് പറഞ്ഞാൽ അനിർവചനീയമാണെന്നർത്ഥം. ഇപ്പൊ ഇന്ന് ഒരു വളരെ പ്രിയപ്പെട്ട ഒരാള് മാഞ്ഞുപോയി. മായ ഒക്കെ മാഞ്ഞുപോയി. അതോടുകൂടി ആ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാം മാഞ്ഞുപോയി. ഈ മായുന്നതാണ് മായ. ഈ ദേഹവുമായി ബന്ധപ്പെട്ടതെല്ലാം മായയായിരുന്നു, അതെല്ലാം മാഞ്ഞുപോയി. ഇനിയുള്ളത് ആ ചൈതന്യം മാത്രമാണ്. അപ്പോ അത് തന്നെയാണ് പറയണത്. രാത്രിയിൽ കയറ് കണ്ടു പാമ്പെന്ന് ധരിക്കാറുണ്ട്. അവിടെ പാമ്പില്ല. പിന്നെ പാമ്പ് എവിടെ നിന്നുണ്ടായി? നമ്മുടെ ഉള്ളിൽ നിന്ന് എന്ന് സമാധാനം. ആ പാമ്പിന്റെ സൃഷ്ടി ഭ്രമമൂലകമാണല്ലോ. കയറിൽ പാമ്പിനെ ആരോപിക്കുന്ന നമ്മള് ആത്മാവിൽ ദേഹവും ദേഹാദികളെ സംബന്ധിക്കുന്ന അഭിമാനവും ആരോപിക്കുന്നു. എന്ന് വെച്ചാ ഞാൻ 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 എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ന് പറയുന്നത് ആരാണ് എന്ന് തിരിച്ചറിയാതെ ഞാൻ എന്ന് പറയുന്നത് ദേഹമാണ്. എഴുത്തച്ഛൻ തന്നെ പറയുന്നുണ്ട്, ദേഹോഹം അല്ലേ, ദേഹം ആകുന്നത് ദേഹമാണ് ഞാൻ എന്നുള്ള വിചാരം അവിദ്യയാണെന്നും ഞാൻ ദേഹമല്ല ഓർക്കിൽ ഞാൻ ആയത് ആത്മാവെന്ന് മോഹേകഹന്ത്രയായുള്ളത് വിദ്യ കേൾ എന്ന ലക്ഷ്മണോപദേശത്തില്. ഞാൻ ദേഹമല്ല, ഞാൻ ആത്മാവാണ് എന്നുള്ള വിചാരമാണ് എല്ലാ മോഹങ്ങളെയും ഹനിക്കുന്ന വിദ്യ എന്ന് രാമായണത്തിൽ ഒരുപാട് തവണ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പോ ആത്മാവിൽ നമ്മൾ ദേഹവും ദേഹാദികളെ സംബന്ധിക്കുന്ന അഭിമാനവും ആരോപിക്കുകയാണ്. ഞാൻ 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 എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഈ ശരിക്കുള്ള ഞാൻ ആരാണെന്ന് ആലോചിക്കാതെ ഈ നമ്മളെ ചലിപ്പിക്കുന്ന, നമ്മളെ എല്ലാം നമ്മളുടെ ജീവനായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ജീവന്റെ തത്വമായിരിക്കുന്ന ഈ ബോധത്തില് ബാക്കിയെല്ലാം അതാണ്, ബാക്കിയെല്ലാം നശിച്ചു പോകുന്നതെല്ലാം എന്ന് നമ്മൾ ആരോപിച്ചു വെക്കുകയാണ്. അപ്പോ ആരോപിക്കപ്പെടുന്ന പ്രതിഭാസം ഏതിൽ ആരോപിക്കുന്നുവോ ആ ആധാരം, ആരോപിക്കുന്ന ആൾ എന്ന് ത്രിപുടി ഉണ്ടാവും. ഇതിനാണ് ത്രിപുടി പറയുക. എന്താണ് ആരോപിക്കപ്പെടുന്ന പ്രതിഭാസം? ഇപ്പോ ഞാൻ ആരോപിക്കുകയാണ് എൻ്റെ ഈ ശരീരം എന്ന് ഞാൻ എൻ്റെ ആത്മാവിൽ ആരോപിക്കുന്നു. അപ്പോ ആരോപിക്കപ്പെടുന്ന പ്രതിഭാസം എൻ്റെ ശരീരം. ഏതിൽ ആരോപിക്കുന്നുവോ ആ ആധാരം, ഞാൻ എൻ്റെ ശരീരത്തെ എൻ്റെ ആത്മാവാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആ ബോധത്തിൽ ആരോപിക്കുകയാണ്. ആ ബോധമാണ് ആധാരം. ആരോപിക്കുന്ന ആളാരാ? ഇത് രണ്ടും കൂടിയിട്ടുള്ള ഞാൻ തന്നെ. ഇതിനെയാണ് എന്ത് പറയുന്നത്? ത്രിപുടി എന്ന് പറയുന്നത്. ഇതില് ആത്മാവ് മാത്രമേ നിത്യവും സത്യവുമായുള്ളൂ എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പൊ ആത്മാവ് ആരോപിക്കപ്പെടുന്ന വസ്തു. ആത്മാവിൽ തന്നെ ആരോപിക്കണം. അപ്പൊ ദേഹത്തിനെ അല്ലെങ്കിൽ ബാക്കിയുള്ളതിനെ ഒന്നും ആത്മാവിൽ ആരോപിക്കരുത്. ആത്മാവിനെ തന്നെ ആത്മാവിൽ ആരോപിക്കണം. ആത്മാവ് തന്നെ ആരോപിക്കുക എന്നല്ലേ വന്നുകൂടുന്നത്. വേറൊന്നുമില്ല ആരോപിക്കാൻ. ത്രിപുടി മൂന്നും ആത്മാവ് തന്നെയാണ്.
അതെങ്ങനെ സാധിക്കുമെന്ന് വീണ്ടും സംശയം ഉയരുകയാണ്. അതിന്റെ ഉത്തരം എന്താ പറയണത്? ആത്മാവ് ഒന്ന് മാത്രമേ ഉള്ളൂ. പഞ്ചകോശങ്ങളിലൂടെയും 3 ശരീരങ്ങളിലൂടെയും ഒക്കെ പ്രകാശിക്കുന്നത് ആത്മാവാണ്. ഇങ്ങനെയൊക്കെ പറയുന്നത് വ്യവഹാര ദശയിലാണെന്നുള്ള കാര്യം മറക്കരുത്. ആത്മാവ് തന്നെ പഞ്ചകോശം, ആത്മാവ് തന്നെ ശരീരം. ആനന്ദമയ കോശവും സൂക്ഷ്മ ശരീരവും വിജ്ഞാനമയ കോശവും അന്നമയ കോശവും സ്ഥൂല ശരീരവും ഒക്കെ ആയിട്ട് പ്രകാശിക്കുന്നത് ആത്മാവ് തന്നെ. വാസന എന്ന് പറയുന്നത് മായയാണ്. സ്വയം പ്രകാശാത്മകമായ ആത്മാവ് സമാധി ദശയിൽ യോഗികളുടെ അനുഭവമായി തീരുന്നു. നമുക്ക് ആത്മാവ് അനുഭവവേദ്യമാവുന്നില്ല, നമ്മൾ സമാധി ദശയിലല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ സമാധി ദശയാവും തോറും ആത്മാവ് അനുഭവമായിട്ട് മാറും. സംസാരികന്മാർക്ക് അതേ ആത്മാവ് തന്നെ പ്രപഞ്ചമായി പ്രത്യക്ഷപ്പെടുന്നു. നമ്മൾ 100,000 കാര്യങ്ങൾ കണ്ട് ചിരിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നു. അതേ ആത്മാവ് തന്നെ പ്രാപഞ്ചികമായ കാര്യമായിട്ട് നമ്മൾ സ്നേഹിക്കുന്നു, ദൂഷിക്കുന്നു, ലഹളയുണ്ടാക്കുന്നു, തല്ലുന്നു, തലോടുന്നു, സങ്കടപ്പെടുന്നു, ദുഃഖിക്കുന്നു, അങ്ങനെ ചിരിക്കുന്നു, കരയുന്നു ഒക്കെ പ്രപഞ്ചം ആയിട്ട് നമ്മൾ സാത്മീഭവിക്കുന്നു. ഈ പ്രപഞ്ച ദർശനം തന്നെയാണ് വാസന. ഇത് സ്ഥൂലഭാവത്തിന്റെ സ്വഭാവമാണ്. സൂര്യനാണ് ഭൂമിയും മറ്റ് സൗരയൂഥത്തിലെ ഗോളങ്ങളും. സൂര്യൻ തേജസ് മാത്രമാണ്. ആ തേജസ് തന്നെ അത്യുഗ്രമായി പ്രകാശിച്ചപ്പോൾ ഭൂമിയും മറ്റുമായി തീർന്നു. സൂര്യന്റെ തേജസ്സാണ് ഭൂമിയെങ്കിൽ സൂര്യന്റെ പ്രകാശവും ഭൂമിയുടെ പ്രകാശവും രണ്ടല്ല. ഭൂമിയുടെ പ്രകാശം സൂര്യനിലും വീഴുന്നു. ഭൂമി സൂര്യനെ കാണുന്നത് ഭൂമിയായിട്ടല്ല സൂര്യനായിട്ടാണ് എന്ന് പറഞ്ഞാൽ അന്യമായിട്ടാണെന്നർത്ഥം. ഒന്നുകിൽ തന്നെയും സൂര്യനായിട്ടോ അല്ലെങ്കിൽ സൂര്യനെയും താനായിട്ടോ കാണാൻ കഴിയണം. ഭൂമിയുടെ ഇരുട്ട് അതിന് ബാധകമാണ്. സൂര്യന്റെ പ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്നതാണ് ഈ അന്ധകാരം. അതുപോലെ ആത്മാവിൽ തന്നെ അടങ്ങുന്നു മായ. അതാണല്ലോ അദ്വൈതം എന്ന് പറയുന്നത്, ആത്മവിദ്യയെ. രണ്ടാമതായിട്ട് ഒന്നില്ലാത്തത് എന്ന് പറഞ്ഞാൽ രണ്ടല്ലാത്തത് എന്ന് അർത്ഥം. ഇപ്പോൾ ഭൂമിയും സൂര്യനും ജീവനും ബോധവുമായിട്ട് കൽപ്പിച്ചിരിക്കുകയാണ്. ഭൂമി സൂര്യന്റെ തന്നെ അംശം ആണ് എന്ന് ഭൂമിക്ക് അറിയില്ല. ഭൂമി എന്താ വിചാരിക്കുന്നത്? സൂര്യനെ കാണുന്നത് ഭൂമിയും ഭൂമിയിലുള്ളവരും സൂര്യനായിട്ടാണ് കാണുന്നത്, വേറൊന്നായിട്ടാണ് കാണുന്നത്. ഒന്നുകിൽ ഭൂമി ഭൂമി തന്നെയായിട്ട് സൂര്യനെ കാണണം, അല്ലെങ്കിൽ സൂര്യനെ താനായിട്ട് കാണണം. അത് ഭൂമി കാണാത്തതുപോലെയാണ് നമ്മൾ നമ്മളെ തന്നെ ആത്മതത്വത്തിൽ നിന്ന് വേറൊന്നായിട്ട് കാണുന്നത് എന്ന് പറയുന്നു. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? മർത്യന്റെ ജന്മനില പാപം വെടിഞ്ഞിടുകിലെത്തുന്നു മോക്ഷത്തിൽ. മനുഷ്യന്റെ പാപം മാറിയാലും മോക്ഷം കിട്ടുന്നു. എന്താ പാപം എന്ന് പറയുന്നത്? ആത്മാവായ അവൻ സ്വയം പ്രകാശകനായിട്ട് മായാബന്ധം വിട്ടു നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ ആത്മാവാണെന്ന് വിചാരിക്കുന്നേ ഇല്ല. ദേഹാഭിമാനം കൊണ്ടുള്ള ദ്വന്ദ്ഭാവന. കാരണം ഞാൻ ശരീരമാണ്, മറ്റത് വേറെയാണ് എന്നുള്ള, ഈശ്വരൻ വേറെയാണ്, ഞാൻ വേറെയാണെന്നുള്ള ഭാവനയാണ് ദ്വന്ദ്ഭാവന. ഈ ഭാവന കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ പാപമായിട്ട് തീരുന്നു. ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ആത്മാവാണ്, ബോധമാണ്, ഈശ്വരനാണെന്ന് വിചാരിച്ച് ചെയ്താൽ അതെല്ലാം പുണ്യം. ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ മനുഷ്യനാണ്, ഞാൻ ശരീരമാണെന്ന് വിചാരിച്ച് ചെയ്താൽ അതൊക്കെ പാപം. അങ്ങനെ ആത്മാവിനെ സ്വരൂപ ബോധത്തിൽ നിന്ന് അകറ്റിക്കളയുന്നു. ആത്മാവിന്റെ സ്വരൂപം തന്നെയാണ് നമ്മൾ എന്ന് മനസ്സിലാക്കാതെ അകറ്റിക്കളയണം. അങ്ങനെ അകലാതിരിക്കാന് ദ്വന്ദ്ബോധം കൈവിടണം. നമ്മൾ ഈശ്വരനെന്നുള്ള, അതിനാണ് നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത്. ഈശ്വരന് വേറെയാണ് എന്നുള്ള ബോധം കൈവടിയണം. അതിനുള്ള മാർഗങ്ങളിൽ ഒന്നാണെന്ത്? നാമജപം. നാമജപം കൊണ്ട് ദ്വന്ദ്വാത്മകമായിട്ടുള്ള ബുദ്ധി വിട്ടകലുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സർവത്ര ഹരികീർത്തനം, സദാ നാമജപം. ഓം തത്സത്. ഹരി ഓം. ഓതുന്നു ഗീതകൾ ഇതെല്ലാം അതിന്നു പൊരുൾ ഏതെന്നു കാൺമതിനു പോരാ മനോബലവും എന്തെങ്കിലും തവഹി കാരുണ്യമിന്നുമായി സാധിക്ക വേണ്ടു ഹരി നാരായണായ നമ. ഓതുന്നു ഗീതകൾ ഇതെല്ലാം അതിന്നു പൊരുളേതെന്നു കാൺമതിനു പോരാ മനോബലവും എന്തെങ്കിലും തവഹി കാരുണ്യമിന്നുമയി സാധിക്ക വേണ്ടു ഹരി നാരായണായ നമ. വേദങ്ങളും ഉപനിഷത്തുക്കളും ബ്രഹ്മസൂത്രങ്ങളും ഭഗവത്ഗീത, അഷ്ടാവക്രഗീത തുടങ്ങിയ ഗീതകളും പുരാണേതിഹാസങ്ങളും
പിന്നെ ഉണ്ടായിട്ടുള്ള മധുര വാങ്മയങ്ങളുമൊക്കെ പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ചൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട്. പക്ഷേ അതിന്റെ പൊരുളേതാണ് എന്ന് കാണാനുള്ള മനോബലം പോരെയല്ല. മനോബലം തീരെ പോരാ സാധാരണ മനുഷ്യന്. അവയുടെയൊക്കെ പൊരുള്, തത്വം അഥവാ അവയെല്ലാം പറഞ്ഞു തരുന്ന വസ്തു, ബ്രഹ്മം എങ്ങനെയുള്ളതാണ് എന്ന് അനുഭവിച്ചറിയാനുള്ള യോഗ്യത മനസ്സിനില്ല. ഇവിടെ മനോബലം എന്ന വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത് വളരെയധികം അർത്ഥവത്തായിട്ടാണ്. നമ്മള് സംസാര ജീവിതത്തിലെ സുഖങ്ങളിൽ മുഴുകിയിട്ട് കഴിയാൻ ആവേശം കൊള്ളുന്ന മനുഷ്യ മനസ്സ് കൂടുതൽ കൂടുതൽ സങ്കല്പങ്ങളിൽ മുഴുകി അതിൽ സുഖം കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ, ജീവിതാനുഭവങ്ങളെ സുഖമെന്ന് വ്യാഖ്യാനിക്കാൻ, അതിലേറെ സുഖങ്ങൾ ഭാവിയിലേക്ക് കൽപ്പിക്കാൻ പ്രത്യേകം വാസനയാണ് മനുഷ്യന്. അതൊക്കെ ദൂരെ തള്ളിയിട്ട് ഭാര്യ, കുട്ടികള്, സമ്പത്ത്, സ്ഥാനമാനങ്ങള് ഇതൊക്കെ വേണ്ട എന്ന് വെച്ചിട്ട് ആത്മലാഭത്തിനായിട്ട് ജീവിതത്തെ ഒരു സാധനയാക്കാൻ വളരെ ഭയപ്പെടും. ആ ഭയവും സാംസ്കാരിക സുഖേച്ഛയും മനസ്സിനെ മോക്ഷലാഭത്തിന് അയാളെ പാത്രമാക്കി തീർക്കില്ല. അതുകൊണ്ട് ആ മനോബലം കിട്ടാൻ സംസാര ജീവിതം ഇത്രയേ ഉള്ളൂ, വേണ്ടത് ബ്രഹ്മമാണ്, പരമ്പൊരുളാണ് എന്നൊരു മനോബലം കിട്ടാൻ വേണ്ടിയിട്ടും ഭഗവാന്റെ അനുഗ്രഹം ഒഴിച്ചു കൂടാത്തതാണ്. എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തവഹി കാരുണ്യം ഇന്നുമയി എന്ന് പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ എന്ത് വില കൊടുത്തിട്ടും ഭഗവാന്റെ കാരുണ്യം തന്നിൽ ഉണ്ടാകണേ. ഭഗവത് കാരുണ്യം എന്ന് പറയുന്നത് ആധ്യാത്മ പഥത്തിൽ ചരിക്കുന്നതിനുള്ള മനസ്സിന്റെ ഒടുങ്ങാത്ത ദാഹാണ്. ഈ ദാഹം വന്നു കഴിഞ്ഞാൽ പിന്നെ സാരമില്ല. ഒരു സാധകൻ ധീരനായിട്ട് ആ മാർഗത്തിൽ അങ്ങ് സഞ്ചരിച്ചുകൊള്ളും. ഔദുംബരത്തിൽ മശകത്തിനു തോന്നുമിതിൽ മീതെ കഥാപി സുഖമില്ലെന്നതിൻ പരിചു ചേതോ വിമോഹിനി വലയ്ക്കൈകമായ തവ ദേഹോഹമെന്നിവയിൽ നാരായണായ നമ. ഔദുംബരത്തിൽ മശകത്തിനു തോന്നും ഇതിൽ മീതെ കഥാപി സുഖമില്ലെന്നതിൻ പരിചു ചേതോ വിമോഹിനി വലയ്ക്കായിക മായ തവ ദേഹോഹമെന്നിവയിൽ നാരായണായ നമ. ഔദുംബരം എന്ന് പറഞ്ഞാല് ഉദുംബരത്തെ സംബന്ധിക്കുന്നത്. അത്തിമരത്തിന്റെ കൂട്ടം, അത്തിപ്പഴം, ഇതിന് രണ്ടിനും ഔദുംബരം എന്ന് പറയും. ഉദുംബരം എന്ന് പറഞ്ഞാല് അത്തിമരം. അപ്പൊ അത്തിമരപ്പഴത്തില് പറ്റി പിടിച്ചു കഴിയുന്ന കൊതുകിന് അതിൽ പരം സുഖമില്ലാന്ന് തോന്നും. അത്തിമരക്കൂട്ടമായാലും അങ്ങനെ തന്നെയാണ്. അനേകം അത്തിമരങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നിടത്ത് ഇരുട്ടാണ് ഉണ്ടാവുക. കൊതുക് താമസ സ്വഭാവക്കാരനാണ്. രാത്രിയിൽ ഇരുട്ടത്താണ് കൊതുകിന്റെ സഞ്ചാരം. ജന്തുക്കളുടെ രക്തമാണ് അതിന്റെ ആഹാരം. താമസ സ്വഭാവിയായിട്ടുള്ള ആളുടെ പ്രതീകമാണ് കൊതുക്. അത്തിമരമാകട്ടെ സംസാരവൃക്ഷത്തിന്റെ പ്രതിനിധിയാണ്. അപ്പോൾ സംസാരത്തോട് ഒട്ടിപ്പിടിച്ചു കഴിയുന്ന താമസ സ്വഭാവക്കാരന്റെ, തമോ ഗുണക്കാരന്റെ ഉപമാനമായിട്ട് കൊതുകിനെ കൽപ്പിക്കാം. അത്തിപ്പഴം എന്ന് പറയുമ്പോൾ വിഷയങ്ങളാകുന്ന പഴങ്ങൾ എന്ന അർത്ഥം കിട്ടും. സംസാര വിഷത്തിലെ തമോ സംബന്ധമായിട്ടുള്ള ജീവൻ ഇന്ദ്രിയ വിഷയങ്ങളാകുന്ന പഴങ്ങൾ തിന്നാണ്. അതിൽ പരം ജീവന് സുഖമില്ല എന്ന് തോന്നും. കൊതുകിനും അത്തിപ്പഴത്തോട് ചേർന്ന് അതിന്റെ രസം അനുഭവിച്ചു കഴിയുമ്പോൾ ഇതിലധികം സുഖം വേറെ ഇല്ല എന്നിങ്ങനെ തോന്നും. അതുപോലെയാണ് മനുഷ്യൻ ഈ വിഷയസുഖങ്ങളോട് പറ്റിപ്പിടിച്ച് നിൽക്കുന്നത്. ഇതെന്തുകൊണ്ടാണ്? മായയാണ്. അതും ഭഗവാന്റെ അംശം തന്നെയാണല്ലോ. അതുപോലെ ചേതോ വിമോഹിനിയായിട്ടുള്ള എൻ്റെ ചേതസ്സിനെ മോഹിപ്പിക്കുന്ന അങ്ങയുടെ മായ എന്നെ വലയ്ക്കാതിരിക്കണേ എന്ന് ആചാര്യൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. സുഖദുഃഖങ്ങളെ രണ്ടായിട്ട് ജീവിതത്തെ, സുഖം ദുഃഖം എന്ന് രണ്ടായിട്ട് ജീവിതത്തെ പകുക്കാം. സംസാര സുഖത്തിന്റെ പിന്നാലെ ഞാനെന്നും എൻ്റേതെന്നുള്ള ദ്വന്ദ്ഭാവനയോടുകൂടിയിട്ട് ചെന്ന് ക്ലേശം അനുഭവിക്കുന്നത് മായ കൊണ്ടാണ്. മായ എന്ന് പറഞ്ഞ ദ്വന്ദ്ബോധാണ്. സുഖവും ദുഃഖവും അത് അനുഭവിക്കുന്നയാളും അനുഭവവും ചേർന്നപ്പോൾ ത്രിപുടി.
ഈ രീതിയില് ഭക്ഷണം കഴിക്കുന്നയാള് ഭക്ഷണം കഴിക്കൽ. ഇതും ത്രിപുടി. നാനാരൂപത്തിലുള്ള മായാനിർമ്മിതമായ ഈ സംസാരത്തിൽ അലിഞ്ഞ് തന്നെ മറന്ന്, താൻ ആരാണെന്ന് അന്വേഷിക്കാതെ തന്നെ മറന്ന് കഴിയാൻ തനിക്കിടയാക്കരുത് എന്നാണ് ആചാര്യൻ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ് ഇത്.